ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്രിഡ്ജ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശേഷ്. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ ക്രൂയിസ് ഷിപ്പ് ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ 8 ദിവസത്തെ ക്രൂയിസ് ട്രിപ്പിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്, നമ്മൾ എന്തിലൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പല വീഡിയോകളിലായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോരോ കാര്യങ്ങളും ഡെക്കിൻ്റെ റിവ്യൂവും റൂമിൻ്റെ റിവ്യൂവും എന്തൊക്കെയായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പാർട്ട് 4 ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ജിമ്മിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെൽത്ത് ആൻഡ് ജിമ്മിൽ നിന്നാണ് ഇത് വരുന്നത്. ഏറ്റവും താഴെ 5th ഡെക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഈ ജിമ്മിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം ഏർലി ഇൻ ദ മോർണിംഗ് ആണ് അവിടെ ചെന്നത്. കാരണം നമുക്ക് അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന സമയത്ത് ഏകദേശം ഒരു 10-15 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഈ ജിമ്മിൽ ഒരു 50+ ആൾക്കാർക്ക് ഒരുമിച്ച് എക്സർസൈസ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ജിം എക്യുപ്മെൻറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ നല്ലൊരു ഫുള്ള് സ്പേഷ്യസ് ആയിട്ടാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഭയങ്കര കൺജസ്റ്റഡ് ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പും അതിനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രെഡ്മില്ല് ഉണ്ട്. അതുപോലെ എല്ലാ ഇതിലും ആൾക്കാർ ഓൾറെഡി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം നമുക്കവിടെ കാണാൻ സാധിച്ചത് യൂത്ത് ജനറേഷനെയാണ് കാണാൻ സാധിച്ചത്. സാധാരണ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇവിടെ എക്സ്പെഷ്യലി ഇടയ്ക്ക് ഞങ്ങൾ ജിമ്മിൽ പോകാറുണ്ട്. അപ്പം ഓൾഡ് ഏജ് പീപ്പിളാണ് അധികവും കാണാറ്. ഇവിടെ നമുക്ക് യൂത്തുകാർ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. ചിലപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ ഒരു വ്യൂ എന്ന് വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തിയേറ്ററാണ്. നമ്മൾ ഓൾറെഡി ഷോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഒരു സെക്കൻഡ് ഇതെന്ന് വരുന്നത് ഡെക്ക് 6 വരുന്നത് നമുക്കൊരു തിയേറ്റർ വ്യൂ ആണ് വരുന്നത്. ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഷോസ് അവർ ഒരു ഡെയിലി ഒരു 4-5 ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടായാലും അഡൽറ്റിന് വേണ്ടിയിട്ടായിട്ടുള്ള എല്ലാ ഡിഫറെൻറ്റ് ഇതിലുള്ള ഷോസ് അവർ നമ്മളെ നേരത്തെ തന്നെ നമ്മളെ അറിയിക്കും. അവർക്ക് എല്ലാ ദിവസവും രാവിലെ തന്നെ നമുക്ക് ഒരു ലീഫ്ലെറ്റ് തരും, എന്തൊക്കെ പ്രോഗ്രാമാണ് അന്നത്തെ ദിവസം അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം അവിടെ ഒഡീസീൻ്റെ ഒരു ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഷോസ് ഉണ്ടായിരുന്നു. ഏകദേശം ഞങ്ങളൊരു 5 ഷോസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ലൈവ് മ്യൂസിക്, പിന്നെ ആനിമൽസിൻ്റെ ചില റിവ്യൂസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട്, പിന്നെ വേറെ കുറച്ച് ഷോസ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഷോസ്, കിഡ്സിന് വേണ്ടിയുള്ള ഷോസ്, അങ്ങനെ എല്ലാ ദിവസവും ഷോസ് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി ഒരെണ്ണം അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തത്. നമുക്ക് എല്ലാത്തിനും നമുക്ക് ബുക്ക് ചെയ്യണം. നമ്മൾ ഷോസിന് വേണ്ടിയായാലും നമുക്കൊരു ആപ്പ് അവർ തരും. നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് നമ്മുടെ ടൈമിങ്ങിനനുസരിച്ച് നമുക്കത് സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഓൾമോസ്റ്റ് ആ തിയേറ്റർ ഫുള്ളായിരുന്നു. അടിപൊളി ഒരു മ്യൂസിക് ആയിരുന്നു കേട്ടോ. ഒഡീസിൻ്റെ ലൈവ് മ്യൂസിക് ഞാനങ്ങനെ ഇവിടെ ബ്രിട്ടനിൽ വന്നതിന് ശേഷം ലൈവ് മ്യൂസിക്കുകളൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം ഇത് വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഏകദേശം 1 അവറിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഒയാസിസ് ഹെൽത്ത് ആൻഡ് ക്ലബിൻ്റെ ഒരിതായിരുന്നു. അപ്പം അവർ അവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു പെഡിക്യൂർ, അവരുടെ ട്രഡീഷണൽ പെഡിക്യൂറാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു പെഡിക്യൂർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പുറത്ത് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം അതൊക്കെ പോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ചെറിയ അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഏകദേശം അതും ഒരു 1 അവർ സെക്ഷനായിരുന്നു. വളരെ റിലാക്സിങ് ആയിട്ട്, നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നടന്ന് ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹോട്ട് വാട്ടർ ഇതിനകത്ത്. പിന്നെ നമുക്ക് വരുന്നതിന് നമ്മൾ തിയേറ്ററിൽ ഇപ്പം നേരത്തെ കണ്ട ആ ഒരു തിയേറ്റർ ഇതല്ല, അത് അത്യാവശ്യം മോർ ദാൻ ഒരു 250 ആൾക്കാർക്ക് ഇരിക്കാനുള്ള തിയേറ്റർ ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു 25-30 പീപ്പിൾ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീൻസ് എന്നാണ് അവരതിനകത്ത് പറയുന്നത്. ഇതവർ എപ്പോഴും സിനിമ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കും. 4 തിയേറ്ററുകളാണുള്ളത്. പിന്നെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്
ഗ്രാൻഡ് ഏട്രിയം അല്ലെങ്കിൽ ഗ്ലാസ് ഹൗസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് വേണ്ടി അവർ പറയുന്നത്. ഒരു പ്രത്യേകതരം ലൈറ്റിങ്ങും ബ്ലൂ ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്ന ഒരു സ്പേസാണ്. അതൊരു ബാർക്കം സ്പേസും മ്യൂസിക്കും 710 ക്ലബ് മ്യൂസിക്കും എല്ലാം കൂടി ഇൻവോൾവ് ആയി ചേർന്ന ഒരു സ്പേസാണത്. അപ്പോൾ നമ്മുടെ ഷെഫ് ടേബിൾ വന്ന് പ്രോഗ്രാം വന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ നിന്നാണ് എല്ലാവരും ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ അവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കവർ പ്രിൻ്റാക്കി തരും, അല്ലെങ്കിൽ നമുക്ക് പെൻഡ്രൈവിൽ വേണമെങ്കിൽ പെൻഡ്രൈവിലാക്കി തരും. അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്കൈ ഡോമിലേക്ക് വരുമ്പോഴത്തെ അവിടെ ആക്ടിവിറ്റീസ്, അതുപോലെ അവിടെയും ഡെയിലി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു ഷോസ്, പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം 6 o'clock, പിന്നെ ഒരു 9:30. ചില സമയത്ത് വൈകുന്നേരം ഫുള്ള് ഷോസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സർക്കസാണ് അവിടെ കാണിക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെ ഇതാണെന്ന് നമുക്കറിയത്തില്ല, കാരണം ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഇതെന്നായിരുന്നു. അപ്പം അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലോസ് ചെയ്തിട്ട് മ്യൂസിക്, സർക്കസുകൾ, പിന്നെ ലൈവ് മ്യൂസിക്കുകൾ, പിന്നെ സൈലൻറ്റ് ഡിസ്കോ, അതുപോലെ അല്ലാത്ത ഡിസ്കോ, അങ്ങനത്തെ എല്ലാ പ്രോഗ്രാമുകളും അവരവിടെ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഇൻഫിനിറ്റി പൂളിൻ്റെ അവിടത്തേക്ക് വരുമ്പോൾ ആ ഒരു ഡെക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ നമുക്കൊരു വെൽക്കം ഡാൻസ് അവർ ഫസ്റ്റ് ഡേ ചെയ്തതിൻ്റെ ഒരു ഇതാണ്. അവിടെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ലൈവ് മ്യൂസിക്കുകളും അധികം ഡാൻസ് പ്രോഗ്രാംസുകളാണ് അവിടെ വൈകുന്നേരമാണ് അവരവിടെ നല്ല ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെ ചെയ്തിട്ട് ഇൻഫിനിറ്റി പൂളിലേക്കും, അതുപോലെ നമുക്ക് വ്യൂ വരുന്നത് സീയിലേക്കുള്ള വ്യൂ വരുന്നത്. അവിടെ നല്ല അടിപൊളി പ്രോഗ്രാംസും, ഈ പ്രോഗ്രാം ചെയ്യുന്നവരെല്ലാം അവിടുത്തെ സ്റ്റാഫുകളാണ്. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു, നമ്മുടെ ഷെഫ് ടേബിൾ ദിവസമായിരുന്നു. അത് ഏകദേശം ഒരു 5ാമത്തെ ദിവസമായിരുന്നു നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഫ് ടേബിൾ കിഡ്സ് അലൗഡ് അല്ല, നമുക്ക് അവർ ഫ്രീ ആയിട്ട് ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യണം. നമ്മളൊരു ടേബിൾ ബുക്ക് ചെയ്ത് നമുക്ക് ഫോർമൽ ഭയങ്കര ആയിട്ടുള്ളൊരു ഡൈനിങ് ദിവസമായിരുന്നു. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പൂള്, അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻഫിനിറ്റി പൂളിൻ്റെ നിന്നുള്ളൊരു വ്യൂ വരുന്നത് നമുക്ക് ഫുൾ സീയിലേക്കാണ് വരുന്നത്. നമ്മൾ ഏകദേശം എന്ന് വെച്ച് നമ്മൾ ആംസ്റ്റർഡാമിൽ ഒരു 24 hours നമുക്ക് ലൈ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇൻഫിനിറ്റി പൂളിൽ പോയത്. അപ്പോൾ ആ ഇൻഫിനിറ്റി പൂളിലൊന്നും അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. ആംസ്റ്റർഡാമിൻ്റെ അടിപൊളി ഒരു സീ പോർട്ടിലെ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിച്ചു, അത് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഇൻഫിനിറ്റി പൂൾ. 2 ഇൻഫിനിറ്റി പൂളുകളാണുള്ളത്, ഡക്ക് 17, 18 അങ്ങനെ ആയിട്ട്. ഫുൾ ടൈം ബ്യൂസി ആയിരുന്നു കേട്ടോ അതിനകത്തെല്ലാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്കൊന്ന് പോയി ഇറങ്ങാനായിട്ട്. പിന്നെ അത്യാവശ്യം ഒരു കോൾഡ് വാട്ടർ ആയിരുന്നു. അപ്പോൾ കുഞ്ഞുമക്കളെയും കൊണ്ട് നമുക്ക് ഇറങ്ങി അധിക സമയം നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ ഏകദേശം ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നേരെ പിന്നെ ഹോട്ട് ടബിലേക്ക് പോയി. അപ്പോഴാണ് പിള്ളേർക്കൊക്കെ ഒന്ന് ആശ്വാസമായത്. മക്കളൊക്കെ നല്ലപോലെ തണുത്ത് വിറച്ചായിരുന്നു. പിന്നെ നമ്മൾ വിൻ്റർ ആണല്ലോ ഇവിടെ, അപ്പം പുറത്തുനിന്നുള്ള വാട്ടർ ഹോട്ടാണെങ്കിലും നമുക്ക് എയർ നല്ല തണുപ്പായിരുന്നുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് പിള്ളേർക്കുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് റിലാക്സ് ചെയ്യാനും ഫുഡ് എൻജോയ് ചെയ്യാനും ഒപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് നമുക്ക് രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്തു. സ്പോർട്സ് ഏരിയ ഉണ്ടായിരുന്നു. സ്പോർട്സ് ഏരിയ എക്സ്പെഷ്യലി നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, അവിടെ അധികവും പിള്ളേരായിരുന്നു. അപ്പം നമുക്കതിനുള്ള ഒരു ഷട്ടിൽ കളിക്കാൻ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു, നമുക്കതിനുള്ള സമയവും കിട്ടിയില്ലായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും നമ്മൾ ബുക്ക് ചെയ്ത ഷോസൊക്കെ നമുക്ക് കവർ ചെയ്യാനും. കാരണം നമുക്കങ്ങനെ സ്പോർട്സിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയില്ല. അവിടെ ഓൾറെഡി പിള്ളേരും വലിയവരും എല്ലാവരും കൂടി അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു തണുപ്പായിരുന്നു, ഏറ്റവും ടോപ്പ് ഡെക്കിലായതുകൊണ്ട് തന്നെ. ഇൻഡോറാണ് അവർ ഇതാക്കിയിട്ടിരിക്കുന്നതെങ്കിലും നമുക്കവിടെ കവർ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തണുപ്പാണ്. എങ്കിലും അവിടെ പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയ പിള്ളേർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പിന്നെ ജിമ്മിൽ പോകാൻ സമയമില്ലാത്തവർക്കല്ലേ, ജിമ്മിൽ പോകാൻ താല്പര്യമില്ല, ഡെയിലി റൺ ചെയ്യുന്നവരാണ്, ഡെയിലി എക്സർസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഷിപ്പിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസിനകത്ത് ആൾക്കാർ എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, ജോഗിങ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ പല പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഷിപ്പിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, അത്
ബ്രിട്ടീഷുകാരായാലും ഇന്ത്യക്കാരായാലും ഫിലിപ്പിനോസ് ആയാലും എല്ലാവരും പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടിട്ടായാലും വീഡിയോസ് കണ്ടിട്ടായാലും അവർ ഞങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ ആണ് ഇത്രയും എല്ലാം കാര്യങ്ങളും ആക്ടിവിറ്റീസും അതിനകത്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇപ്പോഴും ഒരുപാട് 15 വർഷം 20 വർഷം ഇവിടെ സെറ്റിലായവർ പോലും ഇതുവരെ പോകാത്ത ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിതൊക്കെ കാണാനൊക്കെ തന്നെയല്ല, വെറുതെ ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഈ ലോകത്തിലുള്ളത്. അപ്പം നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.